കേരള സ്റ്റേറ്റ് സിലബസിലെ 5th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5th യൂണിറ്റായ റൂറൽ വൈബ്സിലെ ഒരു പോയമാണ് ദ ഫാർമർ എന്ന് പറയുന്നത്. ഈ പോയം പ്രധാനമായിട്ടും ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമേഴ്സ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ ഫാർമേഴ്സ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയ കാഴ്ചപ്പാടുകളാണ് പോയറ്റ് മുൻപോട്ട് വയ്ക്കുന്നത്. ദിസ് പോയം ഈസ് റിട്ടൺ ബൈ ദ ബ്രിട്ടീഷ് റൈറ്റർ അമേലിയ എഡിത്ത് ഹഡൽസ്റ്റൺ ബർ. പ്രധാനമായും 4 സ്റ്റാൻസാസ് ഉള്ള ഈ പോയത്തിൽ ഓരോ സ്റ്റാൻസയിലും 6 ലൈൻസാണ് ഉള്ളത്. നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഈ പോയത്തിൻ്റെ അനാലിസിസ് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ: ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ, ദ ലോർഡ് മേ ലീവ് റൈറ്റ് റോയലി, ദ സോൾജിയർ റൈഡ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ്, ദ സെയിലർ റോംസ് ഓവർ ഓഷ്യൻസ് വൈഡ്, ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോർ, ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ, രാജാവ് ഭൂമിയുടെ മേലും അതുപോലെ തന്നെ കടലിനു മീതെയും ഭരണം നടത്തുന്നു. ദ ലോർഡ് മേ ലീവ് റൈറ്റ് റോയലി, ഒരു പ്രഭുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ രാജകീയമായ രീതിയിലാണ് നയിക്കുന്നത്. ദ സോൾജിയർ റൈഡ്സ് ഇൻ പോംപ് ആൻഡ് പ്രൈഡ്, ഒരു സോൾജിയർ പട്ടാളക്കാരുടെ മാർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ ആഡംബരമായും അഭിമാനത്തോടെയുമാണ് അവർ ചെയ്യുന്നത്. ദ സെയിലർ റോംസ് ഓവർ ഓഷ്യൻസ് വൈഡ്, ഒരു നാവികൻ കടലിനും അതുപോലെ തന്നെ സമുദ്രത്തിനും മീതെ കറങ്ങുന്നത് വളരെ ഫ്രീ ആയിട്ടാണ്. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോർ, ഇതായിക്കോട്ടെ അതായിക്കോട്ടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ, കർഷകൻ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം പ്രദാനം ചെയ്യുന്നു. Then second stanza: the writer thinks, the poet sings, the craftsman fashion wondrous things, the doctor heals, the lawyer pleads, the miner follows the precious leads, but this or that whatever befall, the farmer he must feed them all. റൈറ്റർ, ഒരു റൈറ്ററിനെ സംബന്ധിച്ച് അദ്ദേഹം ബുദ്ധിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എഴുതുന്നു. ഒരു പോയറ്റിനെ സംബന്ധിച്ച് കലാപരമായ രീതിയിൽ അദ്ദേഹം മുൻപോട്ട് നീങ്ങുന്നു. ഒരു ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരകൗശല വിദഗ്ധൻ, അദ്ദേഹം വളരെ അത്ഭുതകരമായ രീതിയിലുള്ള സൃഷ്ടികൾ നിർമ്മിക്കുന്നു. ഒരു ഡോക്ടറിനെ സംബന്ധിച്ച് അദ്ദേഹം സുഖപ്പെടുത്തുന്നു. ഡോക്ടർ ഹീൽസ്, ദ ലോയർ പ്ലീഡ്സ്, അഭിഭാഷകൻ തൻ്റെ ആളിനു വേണ്ടി അപേക്ഷിക്കുന്നു. ദ മൈനർ ഫോളോസ് ദ പ്രഷ്യസ് ലീഡ്സ്, ഒരു ഖനി തൊഴിലാളി അദ്ദേഹം വിലയേറിയ വസ്തുക്കൾ തേടി നടക്കുന്നു. ബട്ട് ദിസ് ഓർ ദാറ്റ് വാട്ട് എവർ ബിഫോൾ, എന്തുമായിക്കോട്ടെ എന്തൊക്കെ സംഭവിച്ചു, എന്തെല്ലാം നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എന്തെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞാലും ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ, ഒരു ഫാർമർ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം പ്രദാനം ചെയ്യുന്നു. തേർഡ് സ്റ്റാൻസ: ദ മെർച്ചന്റ് ഹി മേ ബൈ ആൻഡ് സെൽ, ദ ടീച്ചർ ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ, ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ്, ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസന്റ് വേയ്സ്, from king to beggar whatever befall, the farmer he must feed them all. ഒരു the merchant he may buy and sell, ഒരു മെർച്ചൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യാപാരം നടത്തുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, വിൽക്കുന്നു. ദ ടീച്ചർ ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ, ഒരു ടീച്ചറിനെ സംബന്ധിച്ച് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം. ആ ധർമ്മം വളരെ ഭംഗിയായി ചെയ്യുന്നു. ബട്ട് മെൻ മേ ടോയിൽ ത്രൂ ബിസി ഡേയ്സ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അധ്വാനിക്കുന്ന, അവന് ഭാരപ്പെട്ട ദിവസങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഓർ മെൻ മേ സ്ട്രോൾ ത്രൂ പ്ലസൻറ്റ് വേയ്സ്, അതുപോലെ തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങളും ഉണ്ടാകും, നല്ല നന്മയേറിയ സന്തോഷം നിറഞ്ഞ ആ ദിവസങ്ങൾ പതിയെ അവൻ ഉലാത്തുകയാണ്. സ്ട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉലാത്തുകയാണ്, വളരെ പതുക്കെ അത് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഫ്രം കിങ് ടു ബെഗർ വാട്ട് എവർ ബിഫോൾ, രാജാവ് മുതൽ യാചകൻ വരെ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും, നന്മയായിക്കോട്ടെ തിന്മയായിക്കോട്ടെ, ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ, ഒരു കർഷകൻ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം പ്രദാനം ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റാൻസ് ഓഫ് ദി പോയം: ദ ഫാർമേഴ്സ് ട്രേഡ് ഈസ് വൺ ഓഫ് വർത്ത്, ഹിസ് പാർട്ട്ണർ വിത്ത് ദ സ്കൈ ആൻഡ് എർത്ത്, his partner with the sun and rain, and no man loses for his gain, and men may rise or men may fall, but the farmer he must feed them all. The farmer's trade is one of worth, ഒരു ഫാർമർ, ഒരു കർഷകൻ്റെ ജോലി എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള, ഇറ്റ് ഈസ് വർത്തി, വളരെ മൂല്യമുള്ള ഒന്നാണ്. ഹിസ് പാർട്ട്ണർ വിത്ത് ദ സ്കൈ ആൻഡ് എർത്ത്, അദ്ദേഹം പങ്കാളിയാണ് ഭൂമിയുമായും ആകാശവുമായും, രണ്ടുമായി ഐക്യപ്പെട്ടാണ് ഒരു കർഷകൻ മുൻപോട്ട് നീങ്ങുന്നത്. ഹിസ് പാർട്ട്ണർ വിത്ത് ദ സൺ ആൻഡ് റെയിൻ,
സൂര്യനും അതുപോലെ മഴയും അദ്ദേഹം ആശ്രയിക്കുന്ന 2 കാര്യങ്ങളാണ്. അതുണ്ടെങ്കിലേ കൃഷി നന്നായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് നോ മാൻ ലോസസ് ഫോർ ഹിസ് ഗെയിൻ. ഒരു കർഷകന് വളർച്ചയുണ്ടായാലും തളർച്ചയുണ്ടായാലും അതിലാരും ആഘോഷിക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. ആൻഡ് മെൻ മേ റൈസ് ഓർ മെൻ മേ ഫോൾ. ജീവിതത്തിൽ മനുഷ്യർക്ക് ഉയർച്ചകളുണ്ടാകും, താഴ്ചകളുണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു കർഷകൻ്റെ ജീവിതം എന്ന് പറയുന്നതും. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉയർച്ചകളുണ്ടാകാം, അല്ലെങ്കിൽ കൃഷിയിൽ നഷ്ടവും സംഭവിക്കാം. ബട്ട് ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. എന്തൊക്കെ സംഭവിച്ചാലും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മമാണ് മറ്റുള്ളവർക്ക് ആവശ്യമായ ഭക്ഷണം പ്രദാനം ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളത്. ഇതാണ് ഈ പോയത്തിൻ്റെ ഓവറോൾ സമ്മറി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പോയം ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.